കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ കഴിഞ്ഞ ഇതിൽ എന്താ പറഞ്ഞ വെച്ചാൽ വിഭീഷണനെ കൊല്ലാനായിട്ട് പാഞ്ഞു വരുന്ന ഒരു മഹാശക്തിയെ എന്ത് ചെയ്തു? ഈ ലക്ഷ്മണൻ കണ്ടു വിഭീഷണനെ നേർക്ക് വരുന്നു. അപ്പം രാമൻ അഭയം നൽകിയിട്ടുള്ള വിഭീഷണന് നാശം വരാൻ പാടുമോ? ശ്രീരാമൻ അഭയം നൽകിയ ആളാണ് വിഭീഷണൻ. ശ്രീരാമനെ ആരെങ്കിലും ആശ്രയിച്ചാൽ അവർക്ക് നാശമില്ലല്ലോ. അപ്പോൾ വിഭീഷണന് നാശം വരാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ലക്ഷ്മണൻ സ്വയം പറഞ്ഞു, അയ്യോ വിഭീഷണന് നാശം വന്നാൽ പറ്റില്ല, കാരണം ഭഗവാനെ ആശ്രയിച്ച ആളാണ്, ഒരിക്കലും നശിക്കരുത് അല്ലെങ്കിൽ കൊല്ലപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ശത്രുക്കൾക്ക് ഭയം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വില്ലെടുത്ത് കയ്യിൽ പിടിച്ചു ലക്ഷ്മണൻ. എന്നിട്ട് വിഭീഷണൻ്റെ മുമ്പിലങ്ങോട്ട് നിന്നു. അപ്പോൾ പിന്നെ വിഭീഷണനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പർവ്വതം പോലെ വിഭീഷണൻ്റെ മുമ്പിൽ കുലുക്കം കൂടാണ്ട് അങ്ങോട്ട് നിന്നു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് 8, 9 വായിക്കാം. സ ശക്തിർ ലക്ഷ്മണതനും വിവേശാമോഘ, അതായത് മേഘനാഥനെ വരണം കേട്ടോ, രാവണൻ്റെ മകനെ. സ ശക്തിർ ലക്ഷ്മണതനും വിവേശാമോഘശക്തിതഃ യാവന്ത്യശക്തയോ ലോകേ മായായാ സംഭവന്തി. 9 തസാമാധാരഭൂതസ്യ ലക്ഷ്മണസ്യ മഹാത്മനഃ മായാശക്ത്യാ ഭവേൽ കിം വാ ശേഷാംശസ്യ ഹരേസ്തനോഃ. സാ ശക്തി, ആ ശക്തി അമോഘശക്തിത, നിഷ്ഫലമാകാത്ത ശക്തിയാണ് ഈ മേഘനാഥൻ്റെ. അതുകൊണ്ട് അത് നിഷ്ഫലാവില്ല. വലിയ ബ്രഹ്മാസ്ത്രം പോലുള്ള വലിയ വലിയ അസ്ത്രങ്ങളൊക്കെ നിഷ്ഫലാവില്ല. അപ്പോൾ ആ ശക്തിയെ തടഞ്ഞ് വിഭീഷണന് തട്ടാതെ മുമ്പിൽ നിന്നു വച്ചാലും ലക്ഷ്മണന്റെ ശരീരത്തെ വിവേശ, അത് ലക്ഷ്മണൻ്റെ ശരീരത്തിലേക്ക് ആ ശക്തി വന്നു. ലോകത്തിൽ മായയ്ക്ക് യാവന്ത്യഹ ശക്തയ, എത്രയെത്ര ശക്തികൾ സംഭവിക്കുന്നുവോ താസാം അവയുടെ ആധാരഭൂതസ്യ, ആധാരമായി ഭവിച്ചവനും മഹാത്മാവും ശേഷാംശസ്യ, ശേഷൻ്റെ അംശഭൂതനും, അതായത് ലക്ഷ്മണൻ അനന്തം പാമ്പിൻ്റെ അംശാവതാരമാണല്ലോ, അതുകൊണ്ടാണ് ശേഷനാഗൻ്റെ അംശഭൂതനും ഹരേഹേ തനു, ഹരിയുടെ സ്വരൂപവുമായ ലക്ഷ്മണസ്യ, സാക്ഷാൽ ഹരി തന്നെയാണെന്ന് എപ്പോഴും പറയൂലോ, ലക്ഷ്മണനൊക്കെ ഒന്ന് തന്നെയാണെന്ന് പറയൂലോ. ഈ ചതുർവ്യൂഹമാണ്, 4ആയിട്ടാണ് ഭഗവാന്റെ ശക്തി വന്നത്, ശ്രീരാമനും ലക്ഷ്മണനും ഭരതൻ ശത്രുഘ്നുമായിട്ട്. കൃഷ്ണാവതാരത്തിലും അതെ, കൃഷ്ണനും ബലരാമനും പ്രദ്യുമ്നും അനിരുദ്ധനും അതുപോലെയാണ്. അപ്പം ചതുർവ്യൂഹമാണല്ലോ. ഭഗവാന്റെ അത്ര ശക്തി ഉണ്ട്. മായാശക്തി കൊണ്ട് കിം വാ ഭവേദ്, ഈ മേഘനാഥൻ്റെ മായ കൊണ്ടൊന്നും ലക്ഷ്മണനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. അതായത് രാവണൻ വിട്ടതായിട്ടുള്ള ആ ശക്തി എന്ന് പേരായിട്ടുള്ള ആയുധം, പക്ഷെ രാവണൻ വിട്ടതാണല്ലോ, മേഘനാഥനല്ല. രാവണൻ വിട്ട ആ ശക്തി എന്ന് പേരായിട്ടുള്ള ആ ആയുധം ഉണ്ടല്ലോ, അതും നിഷ്ഫലാകാൻ വയ്യ. കാരണം രാവണന് നല്ല തപശക്തിയൊക്കെ ഉണ്ട്, അങ്ങനെ കിട്ടിയതാണേ. അപ്പോൾ അതും നിഷ്ഫലാകാൻ വയ്യാത്തതുകൊണ്ട് ലക്ഷ്മണൻ്റെ ശരീരത്തിൽ അത് തറച്ചു. വിഭീഷണന് മേലായില്ല, വിഭീഷണൻ മരിച്ചേനെ. ലക്ഷ്മണൻ സാധാരണ ഒരാളല്ലല്ലോ, അനന്തം ബാബുവിൻ്റെ അംശാവതാരല്ലേ. വിഭീഷണൻ രക്ഷപ്പെട്ടു, പക്ഷേ ആ അമ്പ് നിഷ്ഫലാവാൻ വയ്യാത്തതുകൊണ്ട് ലക്ഷ്മണൻ്റെ ശരീരത്തിൽ അങ്ങോട്ട് തറച്ചു അത്. അതുകൊണ്ട് ലക്ഷ്മണന് നാശം ഉണ്ടാവുമോ? ഇല്ല. എന്താ വച്ചാൽ മായയ്ക്കതീതനാണ് ഈ ലക്ഷ്മണൻ്റെ ശക്തി. എന്താ വച്ചാൽ അനന്തൻ്റെ അംശാവതാരാണ്. എന്താ വച്ചാൽ മായയ്ക്ക് ഏതെല്ലാം വിധത്തിലുള്ള ശക്തി ഉണ്ടോ ലോകത്തിൽ, അവയുടെ എല്ലാം ആധാരമാണ് ലക്ഷ്മണനും. അതായത് മായ ജഡാണ്, മായ വെറും ജഡാണ്.
ആ മായയെ പ്രവർത്തിപ്പിക്കുന്നതൊക്കെ ഭഗവാനല്ലേ. അപ്പോൾ ജഡമായിട്ടുള്ള മായയ്ക്ക് ശരിക്ക് പറയാച്ചാൽ ഒന്നിനും ശക്തിയില്ല, ഭഗവാന്റെ ശക്തി വേണം. അങ്ങനെ സ്വതവേ ചലിക്കാൻ പോലും ശക്തിയില്ലാത്ത ആ മായ ഈ ചൈതന്യത്തിനോട് ചേരുമ്പോൾ മാത്രമേ മായ പ്രവർത്തിക്കുള്ളൂ. ഭഗവാൻ എനർജി കൊടുക്കണ വരെ മായ ഭഗവാനിൽ ലയിച്ച് കിടക്കുകയാണ്. ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ശക്തി കൊടുക്കുമ്പോഴാണ് മായ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ആദിശേഷൻ്റെ അംശാവതാരാണ്. മഹാവിഷ്ണുവിൻ്റെ ശരീരം പോലെ തന്നെ ആണ് ലക്ഷ്മണൻ്റെ ശരീരം. അപ്രകാരമൊക്കെ ഉള്ള ഈ ലക്ഷ്മണനെ രാവണൻ്റെ മായാശക്തിക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന് പറയാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം അല്ലേ. രാവണൻ വിട്ടതാണ്, പക്ഷെ അത് നിഷ്ഫലാവില്ല. അതുകൊണ്ടാണ് ലക്ഷ്മണൻ്റെ മേലിൽ ചെന്ന് കയറി, ലക്ഷ്മണൻ്റെ മേലിക്ക് തുളച്ച് കയറി. പക്ഷേ ലക്ഷ്മണന് നാശം ഉണ്ടാവില്ല. കാരണം ഭഗവാന്റെ ചതുർവ്യൂഹത്തെ ഒന്നെന്നെയാണ്, അനന്തൻ്റെ അംശാവതാരാണ്. ഈ മായയ്ക്കൊക്കെ അതീതനായിട്ടുള്ള ഭഗവാന്റെയാണ്. മായ ഒക്കെ ഭഗവാൻ സൃഷ്ടിക്കണതാ, ഭഗവാൻ കൊടുത്ത എനർജിയോടാ. ശരിക്കും ജഡാണ് മായ. ഭഗവാൻ കൊടുത്ത എനർജി കൊണ്ടാണ്. ആ എനർജി ഇങ്ങോട്ട് വലിച്ചാൽ, ആ ചൈതന്യം വലിച്ചെടുത്താൽ മായ നിർജീവമായി. മായയുടെ പ്രവർത്തനം മുഴുവൻ ഭഗവാന്റെ ചൈതന്യം കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ചൈതന്യത്തിൻ്റെ ശക്തി. അപ്പോൾ മായയുടെ ശക്തിയുടെ ആധാരമാണ് ഭഗവാൻ. ഭഗവാനോട് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കണം. 8-9 സാ ശക്തിർലക്ഷ്മണതനും വിവേശാമോഘശക്തിതഃ യാവന്ത്യശക്തയോ ലോകേ മായായാ സംഭവന്തി താസാം ആധാരഭൂതസ്യ അതിൻ്റെ ആധാരമാണ്. ഏതിൻ്റെ? മായയുടെയും മായയും കൂടി സൃഷ്ടിച്ച ആളാണ് ആര്? ഭഗവാൻ. താസാം ആധാരഭൂതസ്യ ലക്ഷ്മണസ്യ മഹാത്മനഃ മായാശക്തിയാ ഭവേൽ കിം വാ ശേഷാംശസ്യ ഹരേസ്തനോ. പിന്നെ മായയ്ക്ക് ലക്ഷ്മണനോട് എന്ത് ചെയ്യാൻ പറ്റും? അതായത് മായാവികളാണല്ലോ ഈ രാക്ഷസന്മാരെ മായയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. എന്നിട്ടോ തഥാപി മാനുഷം ഭാവമാപന്നസ്തദനുവ്രതഃ മൂർച്ഛിതപതിതോ ഭൂമൗ തമാദാതും ദശാനനഃ ഹസ്തൈസ്തോലയിതും ശക്തോ ന ബഭൂവാദിവിസ്മിതഃ സർവസ്യ ജഗതസാരം വിരാജം പരമേശ്വരം കഥം ലോകാശ്രയം വിഷ്ണും തോലയല്ലഘുരാക്ഷസഃ. തഥാപി എങ്കിലും, പക്ഷെ മനുഷ്യനായിട്ട് അവതരിച്ചെടുക്കുകയാണല്ലോ. മാനുഷം ഭാവം, മനുഷ്യഭാവത്തെ ആപന്ന അതായത് പ്രാപിച്ചവനും തദനുവ്രത അതിനെ ആ മനുഷ്യന്മാരെ അനുസരിക്കുന്നതുമായിട്ട് വേഗം മൂർച്ഛിത അതായത് ബോധം കെട്ടവനെ പോലെ ഭൂമോപതിത ഭൂമിയിൽ വീണു. മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് കാരണം മനുഷ്യനെ ആയിട്ട് അഭിനയിക്കും ചെയ്യണ്ടേ, ശരിക്കൊന്നും പറ്റില്ല. പക്ഷേ ഇത് ഈ രാവണൻ്റെ അസ്ത്രം അതിനെ മാനിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ബോധം കേട്ടതുപോലെ വീണു. ദശാനന രാവണൻ തം ആദാതും അവനെ എടുക്കുവാനായിക്കൊണ്ട്, അതായത് ലക്ഷ്മണൻ എടുക്കാനായിക്കൊണ്ട്, ഹസ്തൈ കൈകൾ കൊണ്ട്, തോലയിതും തൂക്കുവാൻ ന ശക്ത. എന്നാൽ അപ്പോൾ ചത്തു വിചാരിച്ചു, അല്ലെങ്കിൽ ബോധം കെട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവണൻ വന്നിട്ട് കൈ കൊണ്ടെടുത്ത് തൂക്കിയാണ് എറിയാൻ വേണ്ടിയിട്ടേ വന്നതാ. പക്ഷേ രാവണന് പൊന്തിനില്ല, ശക്തനായില്ല എടുത്ത് പൊക്കാൻ. അതിവിസ്മിത അപ്പം അത്ഭുതമായി രാവണന്. ബഭുവ ഭവിച്ചു, അത് ഭയങ്കര അത്ഭുതമുള്ളവനായി ഭവിച്ചു. സർവസ്യ ജഗതഃ സാരം, സർവലോകത്തിൻ്റെയും എസൻസാണ് ഭഗവാൻ അല്ലേ. സർവലോകത്തിൻ്റെയും സാരവും അല്ലെങ്കിൽ സാരഭൂതനും വിരാജം വിരാട് പുരുഷനും അതായത് വിശ്വാകാരമായി നിൽക്കുന്നവനും പരമേശ്വരം എല്ലാവരുടെയും ഈശ്വരനും ലോകാശ്രയം ലോകത്തിൻ്റെ മുഴുവൻ ആശ്രയവുമായ വിഷ്ണുവിനെ ലഘുരാക്ഷസ നിസ്സാരനായിട്ട് ഒരു രാക്ഷസൻ കഥം തോലയേച്ചാലോ എങ്ങനെ പൊക്കാൻ പറ്റും. അതായത് ശരിയാണ്, രാവണൻ്റെ മായാസ്ത്രം കൊണ്ടൊന്നും ലക്ഷ്മണനൊന്നും പറ്റില്ല, അത് ഉറപ്പാണ്. കാരണം മായയ്ക്ക് അതീതനാണ്, ആ ഭഗവാന്റെ ശക്തി തന്നെയാണ് ലക്ഷ്മണൻ. പക്ഷേ
സത്യം അങ്ങനെയാണെച്ചാലും ഇപ്പോൾ മനുഷ്യനായിട്ടുള്ള ഒരു ദേഹം സ്വീകരിച്ചതുകൊണ്ട് അതിനുചിതമായിട്ടുള്ള രീതിയിൽ ഈ ശക്തി അസ്ത്രം മേൽ തറച്ചപ്പോൾ ലക്ഷ്മണൻ ബോധം കെട്ട് വീണു, ഒരു മനുഷ്യന് ഉണ്ടാവണ പോലെ. ഉടനെ ആ ലക്ഷ്മണൻ എടുത്തുകൊണ്ട് പോവാനായിട്ട് രാവണൻ ഭാവിച്ചു. കൈകൊണ്ട് ലക്ഷ്മണൻ്റെ ശരീരത്തെ അങ്ങോട്ട് എടുക്കാൻ ഭാവിച്ചപ്പോൾ ഒരു തരി പോലും ഇളക്കാൻ പറ്റുന്നില്ല. ഒരു തരി പോലും രാവണന് ഇളക്കാൻ പറ്റുന്നില്ല ലക്ഷ്മണൻ്റെ ശരീരം. കണ്ടാൽ ചെറുതാണ്, ഒരു ചെറിയ മനുഷ്യക്കുട്ടി. രാവണന് അത്ഭുതമായി. അപ്പോൾ വേദവ്യാസ മഹർഷി പറയണ സർവ്വലോകത്തിൻ്റെയും സാരഭൂതനും വിശ്വാകാരമായി നിൽക്കുന്ന ആ വിരാട് പുരുഷനും എല്ലാവരുടെയും ഈശ്വരനും സർവേശ്വരനും പരമേശ്വരനുമായിട്ടുള്ള ഈ ലോകങ്ങളുടെ എല്ലാം ആധാരമായിട്ടുള്ള ആ വിഷ്ണുമൂർത്തിയെ നിസ്സാരനായിട്ടുള്ള ഒരു രാക്ഷസന് എങ്ങനെ ഇളക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പൊക്കാൻ സാധിക്കും? അത് വ്യാസൻ പറയാണ്. മനുഷ്യരൂപം സാധിച്ചുകൊണ്ട് മനുഷ്യനെ പോലെ ആ ശാസ്ത്രത്തിനെ ബഹുമാനിച്ചുകൊണ്ട് മോഹാത്സ്യപ്പെട്ട് വീണു. അപ്പോൾ രാവണൻ വന്ന് എടുത്ത് തൂക്കി എറിയാൻ വേണ്ടിയിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ തരി പോലെ ഇളകണില്ല. അപ്പോൾ പിന്നെ ആർക്ക് പറ്റും? ഒരു ചെറിയ രാക്ഷസനെ, രാവണൻ ഭഗവാന്റെ മുമ്പിൽ ഒന്നുമില്ല. അങ്ങനെ ഒരാൾക്ക് ഭഗവാനെ എടുത്ത് പൊക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഈ വിശ്വത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാനവും ആധാരവും വിരാട് പുരുഷനും ലോകത്തിൻ്റെ മുഴുവൻ സാരസർവസ്വവും പരമേശ്വരനുമാണെന്ന്. അങ്ങനെ ഒരാളെ പറ്റുമോ? ഇല്ല. 10, 11, 12 വായിക്കാം. തഥാപി മാനുഷം ഭാവമാപന്നസ്തദനുവ്രതഃ മൂർച്ഛിതപതിതോ ഭൂമൗ തമാദാതും ദശാനനഃ ഹസ്തൈസ്തോലയിതും ശക്തോ ന ബഭൂവാദിവിസ്മിതഃ സർവസ്യ ജഗദസാരം വിരാജം പരമേശ്വരം കഥം ലോകാശ്രയം വിഷ്ണും തോലയല്ലഘുരാക്ഷസം ഗ്രഹീതു കാമം സൗമിത്രിം രാവണം വീക്ഷ്യ മാരുതിഃ ആജഘാനോരസി ക്രുദ്ധോ വ്രജകൽപ്പേന മുഷ്ടിനാ തേന മുഷ്ടിപ്രഹാരേണ ജാനുഭ്യാം അപതദ്ഭുവി ആസ്യൈശ്ച നേത്രശ്രവണൈരുദ്വമൻ രുധിരം ബഹു നിഘൂർണമാനനയനോ രഥോപസ്ഥ ഉപാവിശദ്. സൗമിത്രി, അതായത് സുമിത്രയുടെ മകനെ, ഗ്രഹീതു കാമം പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രാവണനെ വീക്ഷ്യ കണ്ടിട്ട്, അതായത് ലക്ഷ്മണനെ പിടിക്കാനായിക്കൊണ്ട് വരുന്ന രാവണനെ കണ്ടിട്ട് മാരുതി, അതായത് ഹനുമാൻ, ക്രുദ്ധ, ദേഷ്യം വന്നു. ലക്ഷ്മണനെ തൊടാൻ പോവുകയാണോ നീയ് എന്നുള്ള ദേഷ്യം ഹനുമാനെ. വ്രജകൽപ്പേന മുഷ്ടിന, അതായത് വജ്രം, നമുക്ക് എന്താണ് ഭാഗവതം വായിച്ച് വ്രജെന്ന് വരിക. വജ്രകൽപ്പേന മുഷ്ടിന, അതായത് വജ്രം പോലെയുള്ള, അത്ര ഹാർഡ് എന്നർത്ഥം. അത്ര ഹാർഡായിട്ടുള്ള മുഷ്ടി കൊണ്ട് വജ്രത്തിന് തുല്യം, വജ്രം ഡയമണ്ടാണല്ലോ, ഏറ്റവും ഹാർഡ് ഡയമണ്ടാണല്ലേ പറയുക. വജ്രത്തിന് തുല്യമായിട്ടുള്ള മുഷ്ടി കൊണ്ട് ഉരസി, മാറിൽ, ആജഘാന, ഉറക്കെ ഇടിച്ചു. തേന മുഷ്ടി പ്രഹാരേണ, ഈ ഹനുമാൻ്റെ മുഷ്ടി പ്രഹരം കൊണ്ട് ജാനുഭ്യാം, 2 മുട്ടുകൾ കൊണ്ട് ഭുവി അപതൽ, മുട്ടുകുത്തി വീണു രാവണൻ. ആസ്യൈഹി, മുഖങ്ങളിൽ കൂടി, നേത്രശ്രവണൈഹി, കണ്ണുകൂടെയും മൂക്കുകൂടെയും ചെവിക്കൂടെയും, ബഹുരുധിരമുദ്ദമൻ, ഒരുപാട് ചോര ഒഴുകി വരുന്നു, ചോര പുറത്തേക്ക് വരുന്നവനും, നിഘൂർണമാന നയന, കണ്ണിങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട്. കണ്ണിൽ ഈച്ച പാറിന്നൊക്കെ നമ്മൾ പറയില്ലോ, അതുപോലെ കണ്ണിങ്ങനെ വേദനിച്ചിട്ടേ രഥോപസ്ഥേ, തൻ്റെ തേരിൽ പോയിരുന്നു. ഉപാവിശത്, രഥോപസ്ഥ എന്ന് പറഞ്ഞാൽ തേരിൻ്റെ തട്ടിൽ ഉപാവിശതിരുന്നു എന്ന്. അതായത് ലക്ഷ്മണനെ തൊടാനായിട്ട് എടുത്ത് പൊക്കാനായിട്ട് മുമ്പിലേക്ക് വന്നു നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞുല്ലോ. അപ്പോൾ ഇളകിയില്ല പറഞ്ഞില്ലേ. അങ്ങനെ വീണ് കിടക്കണ ലക്ഷ്മണനെ എടുത്തും കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് രാവണൻ മുമ്പോട്ട് ആഞ്ഞപ്പോൾ
ആഞ്ഞത് കണ്ടപ്പോൾ ഹനുമാന് ഭയങ്കര ദേഷ്യം വന്നു. ഓടി വന്ന് തൻ്റെ വജ്രത്തിന് തുല്യമായിട്ടുള്ള മുഷ്ടി ചുരുട്ടിയിട്ട് രാവണൻ്റെ മാറത്ത് ഉറക്കെ അങ്ങോട്ട് ഇടിച്ചു. ആ ഇടിയങ്ങോട്ട് കൊണ്ടപ്പോൾ രാവണൻ 2 മുട്ടുകളും കുത്തി നിലത്തങ്ങ് വീണു. എന്നിട്ട് മുഖത്തു കൂടിയും വായക്കൂടെയും കണ്ണിൽ കൂടിയും ചെവി കൂടെയൊക്കെ രക്തം അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. കണ്ണുകളാണെങ്കിലോ ചുറ്റിത്തിരിഞ്ഞ് അവസാനം തേരിൽ ചാരി ഇടിയിരുന്നു. അത്രയ്ക്ക് വയ്യാണ്ടേ. ആ ഒറ്റ ഇടി ഹനുമാൻ്റെ ശരിക്കും രാവണൻ ചോര ഛർദ്ദിച്ചിട്ട് തേരിൽ പോയിരുന്നു എന്നാണ് അപ്പം അതിൽ പറഞ്ഞത് കേട്ടോ. ഗ്രഹീതു കാമം സൗമിത്രിം രാവണം വീക്ഷ്യമാരുതി ആജഘാനോ രസി ക്രുദ്ധോ. ദേഷ്യം വന്നു ഹനുമാനെ. വജ്രകൽപ്പേന മുഷ്ടിന, വജ്രം പോലുള്ള മുഷ്ടി കൊണ്ടേ, തേന മുഷ്ടിപ്രഹാരേണ, ആ മുഷ്ടിപ്രഹരം കൊണ്ട് ജാനുഭ്യാമപതദ്ഭുവി, മുട്ടുകുത്തി വീണു. ജാനു പറഞ്ഞ മുട്ടാണ്. ആസ്യൈശ്ച, വായെന്നും, ആസ്യം ചവിടെ മുഖം ചവിടെ വായണം വിചാരിക്കണം, വായെന്നും നേത്രശ്രവണേരുദ്വമൻ, അതായത് കണ്ണെന്നും ചെവിന്നും, ഉദ്വമൻ ചാൽ പുറത്തേക്ക് വന്നു. എന്താ? രുധിരം ബഹു, അനവധി രക്തം. നിഘൂർണമാന നയനോ, കണ്ണിങ്ങനെ വട്ടം ചുറ്റി തിരിയണു വേദനിച്ചിട്ട്. രഥോപസ്ഥ ഉപാവിശ, തലേന്തിരിയുണ്ടാവി, രഥത്തിൽ പോയി ചാരിയിരുന്നു എന്ന്. ഇനി 15. അഥ ലക്ഷ്മണമാദായ ഹനുമാൻ രാവണാർദിതം ആനയത് രാമസാമീപ്യം ബാഹുഭ്യം പരിഗൃഹ്യതം. അതിനുശേഷം രാവണാർദിതം, രാവണനാൽ പീഡിപ്പിക്കപ്പെട്ട ലക്ഷ്മണനെ ആദായ എടുത്തിട്ട് വേഗം ഹനുമാൻ തന്നെ എടുത്തു ലക്ഷ്മണനെ. ബാഹുഭ്യം 2 കൈകൾ കൊണ്ടും തം പരിഗ്രഹ്യ, അവനെ പരിഗ്രഹിച്ചിട്ട് ഹനുമാന് വേഗം എടുക്കാൻ പറ്റി. രാവണന് ഇളക്കാൻ തന്നെ പറ്റിയില്ല അല്ലേ. രാമസാമീപ്യ, രാമൻ്റെ സമീപത്തെ ഹനുമാൻ ആനയത്, വേഗം. അത് കഴിഞ്ഞ് രാവണൻ അവിടെ ഇരുന്നുല്ലോ, പിന്നെ രഥത്തിൽ ക്ഷീണിതനായിട്ടിരുന്നപ്പോൾ രാവണൻ പ്രയോഗിച്ച ശക്തി എന്നുള്ള അസ്ത്രം കൊണ്ട് ബോധം കെട്ട് കിടക്കണ ലക്ഷ്മണനെ ഹനുമാൻ 2 കൈകൊണ്ടും താങ്ങിയെടുത്ത് രാമൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അഥ ലക്ഷ്മണമാദായ ഹനുമാൻ രാവണാർദിതം ആനയദ് രാമസാമീപ്യം ബാഹുഭ്യം പരിഗൃഹ്യതേ. കൈകൊണ്ടെടുത്തിട്ട് താങ്ങിയെടുത്തിട്ട് രാമൻ്റെ അടുത്ത് കൊണ്ടുവന്നു. 16. ഹനുമത സുഹൃത്വേന ഭക്ത്യാ ച പരമേശ്വരഃ ലഘുത്വമഗമദ്ദേവോ ഗുരുണം ഗുരുരപ്യജഃ. ഹനുമാൻ്റെ സുഹൃത്വേന, ആ സുഹൃത്താണെന്നുള്ള ഭാവം കൊണ്ടും, ഭക്ത്യാച്ച ഭക്തി കൊണ്ടും, പരമേശ്വരഃ സർവേശ്വരനും, അജ അതായത് ജന്മ ആദി ഒരു വികാരവുമില്ലാത്തവനായ, അജഞ്ച ജന്മമില്ലാത്ത ആൾ, ദേവഹ ദേവൻ അതായത് ശ്രീരാമൻ, ഗുരുണാം ഗുരു അഭി അതായത് ഏറ്റവും ഭാരമുള്ളവനാണെങ്കിൽ പോലും, ഗുരുണാം ഗുരു എന്താ, ഏറ്റവും അധികം വെയിറ്റ് ഉള്ളതിനേക്കാളും വെയിറ്റ് ഉള്ളത് വെച്ചാൽ അത്ര ഭാരം ഉള്ളവനാണെങ്കിലും ലഘുത്വം അഗമത്, ലഘുതയെ പ്രാപിച്ചു. അതായത് ഹനുമാൻ്റെ ആ സുഹൃത് ഭാവം കൊണ്ടും ആ പരമമായിട്ടുള്ള ഭക്തി കൊണ്ടും സർവേശ്വരനും ജന്മാദി വികാരങ്ങളൊന്നും ഇല്ലാത്തതുമായ ഭഗവാൻ ലക്ഷ്മണൻ ഏറ്റവും ഘനമുള്ളവരിൽ വെച്ച് ഘനമുള്ളവനാണെങ്കിലും, അതുകൊണ്ടാണല്ലോ രാവണനെ തൊടാൻ തന്നെ പറ്റിയില്ല, ഒട്ടും ഇളക്കാൻ പറ്റിയില്ല. അത്ര ഘനമുള്ളവരിൽ വെച്ച് ഘനമുള്ളവനാണെങ്കിൽ പോലും ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ തന്നെയാണ് ലക്ഷ്മണനെ വേഗം ഭഗവാന്റെ യോഗസിദ്ധി കൊണ്ട് ഒട്ടും ഹനുമാൻ എടുക്കാൻ വന്നപ്പോൾ വളരെ ഘനമില്ലാതെയായി, വെയിറ്റ് കുറച്ചു, ലഘു ആക്കി. ഗുരുവാണ്, ഗുരു പറഞ്ഞാൽ ഹെവി എന്നാണ് അർത്ഥം, ലഘു പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള തന്നെയാണ് പറയുക. അപ്പോൾ രാവണൻ തൊടാൻ നോക്കിയപ്പോൾ ഹെവി ആയിട്ടിരുന്നു ഭഗവാൻ. അതായത് ഭഗവാന് 8 ഐശ്വര്യങ്ങളല്ലേ,
അപ്പോൾ വലുതാവാനും ചെറുതാവാനും ഒക്കെ പറ്റൂല, വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും. അപ്പോൾ രാവണൻ എടുക്കാൻ വന്നപ്പോൾ തൊടാനും പോലും പറ്റിയില്ല, ഇളക്കാനും പറ്റിയില്ല. ഇപ്പം എന്താ, ലക്ഷ്മണൻ എടുക്കാൻ തയ്യാറായപ്പോൾ ഭഗവാൻ ലക്ഷ്മണൻ്റെ ഭക്തിയും ആ സ്നേഹവും ആ ഒരു എന്താ പറയുക, ഒരു ശരണാഗതി മനോഭാവവും എല്ലാം കണ്ട് സന്തോഷിച്ച് ഭഗവാൻ സ്വന്തം ലക്ഷ്മണൻ തന്നെ എന്നർത്ഥം തൻ്റെ ദേഹത്തിൻ്റെ ആ ഘനം നല്ലോണം കുറച്ചു. അതുകൊണ്ടാണ് എടുത്ത് കൊണ്ടുവരാൻ പറ്റിയതേ. അങ്ങനെ പറ്റൂലോ ഭഗവാന്. ഹനുമത സുഹൃത്വേന ഭക്ത്യാ ച പരമേശ്വരഃ ലഘുത്വമഗമദ്ദേവോ ഗുരുണാം ഗുരുരപ്യജ. ഗുരുരാം ഗുരുരപ്യജ, ഘനമുള്ളവരിൽ വെച്ച് ഘനമുള്ളവരാണെങ്കിലും വളരെ ലഘുവാക്കി. ഭാരമില്ലായ്മയെ പ്രാപിച്ചു, ലഘുതയെ പ്രാപിച്ചു. അതാണ് അഗമത്, ലഘുത്വം അഗമത് എന്ന് പറഞ്ഞ് ലഘുവാക്കി, ലൈറ്റായി. ഇനി നമുക്ക് നോക്കട്ടെ കേട്ടോ, 3 ശ്ലോകം കൂടി ചൊല്ലി നിർത്താം. സാ ശക്തിരവിതം ത്യക്ത്വാ ജ്ഞാത്വാ നാരായണം ശജം രാവണസ്യ രഥം പ്രാഗദ്രാവണോऽപി ശനൈസ്തതഃ സംജ്ഞാമാവാപ്യ ജഗ്രാഹ ബാണാസനമഥോരുഷാ രാമമേവാഭിദുദ്രാവ ദൃഷ്ട്വാ രാമോऽപി തം ക്രുധാ ആരുഹ്യ ജഗദാം നാഥോ ഹനുമന്തം മഹാബലം രഥസ്ഥം രാവണം ദൃഷ്ട്വാ അഭിദുദ്രാവ രാഘവ. സാ ശക്തി ബി, ആ ശക്തിയും നാരായണാംശജം ജ്ഞാത്വ, നാരായണൻ്റെ അതായത് ലക്ഷ്മണനും ആ ശക്തിയും നാരായണാംശജം ജ്ഞാത്വ, അതായത് രാവണൻ പ്രയോഗിച്ച ആ ശക്തിയും നാരായണൻ്റെ അംശജാതനാണെന്ന് അറിഞ്ഞിട്ട് രാവണൻ്റെ രഥം പ്രാഗാത്, രഥത്തെ പ്രാപിച്ച രാവണ രാവണനും തതഃ ശനം അനന്തരം മെല്ലെ മെല്ലെ സംജ്ഞം അവാപ്യ, അതായത് രാവണന് ബോധം കിട്ടി, ബാണാസനം അതായത് ഈ ധനുസ്സിനെ അല്ലെങ്കിൽ വില്ലിനെ ജഗ്രാഹ ഗ്രഹിച്ചു, ഒന്നും കൂടിയും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം വില്ലെടുത്തു. അഥോരുഷ, അതിനുശേഷം ദേഷ്യത്തോടു കൂടി, ഓഫ് കോഴ്സ് ഭയങ്കര ദേഷ്യം, അങ്ങനെ അവനവനെ അടിച്ചിട്ടുമല്ലോ ഹനുമാൻ, അപ്പോൾ ഒന്നും കൂടി ദേഷ്യമായി. രാമം ഏവ, രാമനെ തന്നെ അഭിദുദ്രാവ, രാമനോടനെ എതിരിടാൻ വേണ്ടിയിട്ട് വന്നു. രാമഃ രാമനും തം ക്രുധാ ദൃഷ്ട്വ, അവനെ ദേഷ്യത്തോടു കൂടി കണ്ടിട്ട് രാവണം രഥസ്ഥം ദൃഷ്ട്വ, രാവണനെ രഥത്തിരിക്കുന്നവനായി നോക്കിയിട്ട് ജഗദാം നാഥ രാഘവ, ഈ ലോകങ്ങളുടെ മുഴുവൻ നാഥനായ രാഘവൻ മഹാബലം ഹനുമന്തം, മഹാബലവാനായ ഹനുമാനെ ആരുഹ്യ, അതായത് ഹനുമാൻ്റെ മേലിൽ കയറിയിട്ടേ തോളത്തിരുന്നിട്ട് അഭിദുദ്രാവ, അതായത് രാവണനോട് എതിരിടാൻ റെഡിയായി. എന്താ പറഞ്ഞത് വെച്ചാൽ, രാവണൻ പ്രയോഗിച്ച ആ ശക്തി ഉണ്ടതോ അത് ലക്ഷ്മണനെ മോഹാത്സ്യപ്പെടുത്തി, അതായത് ശരിക്കും മോഹാത്സ്യപ്പെടുന്നില്ല, മനുഷ്യനായി ജനിച്ചുകൊണ്ട് അതിനെ ആദരിച്ച് മോഹാത്സ്യപ്പെട്ട് കിടന്നു അല്ലേ ലക്ഷ്മണൻ. അപ്പോൾ രാവണൻ പ്രയോഗിച്ച ആ ശക്തി ലക്ഷ്മണനെ മോഹാത്സ്യപ്പെടുത്തിയെങ്കിലും ശരിക്ക് ആദരിച്ച് കിടന്നതാട്ടോ. ലക്ഷ്മണൻ ഭഗവാന്റെ അംശമായതുകൊണ്ട് തനിക്ക് കൊല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലായി രാവണന്. അല്ലെങ്കിൽ രാവണൻ്റെ ഒരു അടി കൊണ്ടാൽ മരിക്കേണ്ട ആൾക്കാരെ, ഇത് സാധാരണ ആളല്ല, ദൈവാംശമാണെന്ന് മനസ്സിലായി. തനിക്ക്, അതായത് രാവണന് ലക്ഷ്മണനെ കൊല്ലാൻ ശക്തിയില്ല എന്ന് മനസ്സിലായ ഉടനെ ലക്ഷ്മണൻ്റെ അടുത്തുനിന്ന് മാറിയിട്ട് രഥത്തിൽ പോയിരുന്നു. കാരണം ഇളക്കാൻ പറ്റിയില്ലല്ലോ. അപ്പം രാവണൻ്റെ രഥത്തിൽ തന്നെ ചെന്ന് ഇരുന്നു പറഞ്ഞല്ലോ നമ്മളെ. ഹനുമാൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ഹനുമാൻ മുഷ്ടി കൊണ്ട്, വജ്രതുല്യമായ മുഷ്ടി കൊണ്ട് അടിച്ചു അല്ലേ. ആ മുഷ്ടി പ്രഹരേറ്റിട്ട് രാവണന് മോഹാത്സ്യപ്പെട്ട് വീണു. മെല്ലെ ബോധമുണ്ടായി. ബോധം വന്നപ്പോൾ വേഗം നീട്ടു, എന്നിട്ട് വില്ലെടുത്ത് കയ്യിൽ പിടിച്ച് അതിഭയങ്കരമായ കോപത്തോടു കൂടി രാമൻ്റെ നേർക്ക് പാഞ്ഞങ്ങട് ചെന്നു. അപ്പം രാമൻ അതേപോലെ തന്നെ ദേഷ്യത്തോടു കൂടി രാവണനെ നോക്കി എന്ന് മാത്രമല്ല, തേരിൽ ഇരുന്നു കൊണ്ടാണ് തൻ്റെ നേരെ വരണമെന്ന് മനസ്സിലായപ്പോൾ വേഗം സകല ലോകങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു, മഹാബലവാനായിട്ടുള്ള ഹനുമാൻ്റെ തോളിൽ കയറിയിരുന്നിട്ട് രാവണൻ്റെ നേർക്കാൻ കിട്ടും വേഗം പാഞ്ഞു ചെന്നു എന്ന്. രാവണൻ
ലക്ഷ്മണനെ കൊല്ലാൻ പറ്റാത്തപ്പോൾ ദൈവാംശം എന്ന് മനസ്സിലായിട്ട് മാറിയിരുന്നു. പക്ഷെ അപ്പോഴാണ് ഹനുമാൻ പോയി ഇടിച്ചത്. അപ്പോൾ ചോര ഛർദ്ദിച്ച് ബോധം കെട്ട് വീണു. ബോധം വന്നപ്പോൾ എന്നാൽ ഞാൻ രാമനെ എതിർക്കട്ടെ വിചാരിച്ച് വേറൊരു വില്ലെടുത്ത് രഥത്തിലാണ് വന്നിരുന്നത്. രഥത്തിൽ വരുന്ന കണ്ടപ്പോൾ വൻ ദേഷ്യം വന്നു. വേഗം ഹനുമാനോട് പറഞ്ഞു, ഞാൻ തോളിൽ കയറട്ടെ, എന്നെയും കൊണ്ട് ഓടു നേരെ. രാവണൻ്റെ നേരെ പറഞ്ഞപ്പോഴാണ് ഹനുമാൻ്റെ തോളിൽ കയറിയിരുന്ന രാവണൻ്റെ നേർക്ക വേഗം പാഞ്ഞങ്ങിടിച്ചിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം ഇവിടെ. സാ ശക്തിരഭിതം ത്യക്ത്വാ ജ്ഞാത്വാ നാരായണാംശജം രാവണസ്യ രഥം പ്രാഗാദ്രാവണോപി ശനൈസ്തതഃ സംജ്ഞാമവാപ്യ ജഗ്രാഹ ബാണാസനമഥോരുഷാ രാമദേവാഭിദുദ്രാവ ദൃഷ്ട്വാ രാമോപി തം ക്രുധാ ആരുഹ്യ ജഗദാം നാഥോ ഹനുമന്തം മഹാബലം രഥസ്ഥം രാവണം ദൃഷ്ട്വാ അഭിദുദ്രാവ രാഘവ. രാഘവൻ നേരെ രാവണൻ്റെ നേരെ പാഞ്ഞു ചെന്നു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമഃ. ഗുരുവായൂരപ്പാ ശരണം.